ഹായ്. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് സെക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് നിഫ്റ്റിയിൽ നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റിയിൽ കാര്യമായിട്ടുള്ള എൻട്രീസ് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ നമുക്കൊരു അഗ്രസീവ്, അതായത് ഒരു ഇൻറ്റേർണൽ ലിക്വിഡിറ്റി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഒരു അപ്സൈഡിലേക്ക് ഒരു എൻട്രി കാര്യങ്ങളുണ്ടായിരുന്നു. ഓക്കെ, അത് നമ്മൾ 30 മിനിറ്റ്സ് 30 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ ഈ ഒരു ഇൻറ്റേർണൽ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് വന്ന് ഈ ഒരു ഹൈ ടാർഗറ്റായിട്ട് വെച്ച് നമുക്ക് ഈസി ആയിട്ടൊരു ടാർഗറ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം രണ്ടാമത് നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ ഇന്നൊരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു. അതിനുശേഷം നേരെ ഡൗൺ സൈഡ് വന്നു ഇവിടുത്തെ ഒരു ഓർഡർ ബ്ലോക്കിൽ ടാപ്പ് ചെയ്തതിന് ശേഷം 30 മിനിറ്റ്സ് ഓർഡർ ബ്ലോക്കിൽ ടാപ്പ് ചെയ്തു. എന്നിട്ട് അവിടെ നിന്നാണ് മാർക്കറ്റ് അപ്പ് സൈഡിലോട്ട് പോയത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ടാർഗറ്റ് എൻ്റെ ഡേ ഹൈ ആയിരുന്നു. ഇന്ന് ഞാൻ ട്രേഡ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഓക്കെ, പിന്നെ നമുക്ക് വേറെ വന്നത് എന്താണ്, ഇന്ന് ഞാൻ ഈ ഒരു അതായത് ഈ ഒരു ഓർഡർ ബ്ലോക്ക് ബ്രേക്ക് ആവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെന്താണ് ഒരു പുട്ട് എൻട്രി എടുത്തേനെ മാർക്കറ്റിൽ. ഓക്കെ, അപ്പം നമുക്ക് ഈ ഹയർ ലെവലിൽ നിന്ന് നമുക്കൊരു പി എൻട്രി എടുക്കാറുണ്ട്. ഈ ഒരു ലെവലിൽ നിന്ന് പി എൻട്രി എടുക്കാറുണ്ട്. ഈ ഒരു ഇൻറ്റേർണൽ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടുന്ന് ഒരു പി എടുക്കാറുണ്ട്. ഓക്കെ, അതൊക്കെ നമുക്ക് അഗ്രസീവ് ആയിരുന്നു. അപ്പോൾ ഇനി കാര്യമായിട്ട് ചാർട്ട് കാര്യങ്ങളൊന്നും ഞാനങ്ങനെ നോക്കിയില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നാളത്തേക്കുള്ള മാർക്കറ്റ് സെക്ഷൻ നോക്കാം. നിഫ്റ്റി സ്റ്റിൽ നമ്മുടെ ആ ഒരു ഡൗൺ സൈഡിലുള്ള ലിക്വിഡിറ്റിയിൽ ഇപ്പോഴും സ്റ്റക്കായിട്ട് നിൽക്കുകയാണ്. ഓക്കെ, പിന്നെ നിഫ്റ്റി അപ്പ് സൈഡിലേക്ക് നമുക്ക് ലിക്വിഡിറ്റി നോക്കിക്കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, ഇത് നമുക്ക് നേരത്തെ ആ ഒരു ഗ്യാപ്പ് ഡൗണും ഒരു ഫോൾ വരുന്നതിന് മുന്നേ ഉള്ള ആ ഒരു ടൈമായിരുന്നു. ഓക്കെ, ആ ഒരു ടൈമിൽ നമുക്ക് ആ ഒരു ഡേ ഹൈ നമുക്ക് എന്തായാലും നോക്കാം. 24,851 എന്ന് പറയുന്ന ആ ഒരു ലെവൽ നമുക്ക് എന്തായാലും വെക്കാം. പിന്നെ നമുക്ക് ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ ആക്ച്വലി. ഓക്കെ, ഈ ഒരു ഗ്യാപ്പ് ഇത്രയൊരു ഗ്യാപ്പ് ഉണ്ട്. നിയർലി എത്രയാണ് 24,851 to 24,956. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് ആക്ച്വലി ചിലപ്പം ഇത് ക്രോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പം എന്താണ് ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നിരിക്കും. അപ്പോൾ അതും കൂടെ നമുക്ക് എന്തായാലും ഒന്ന് കൺസിഡർ ചെയ്യാം. അപ്പോൾ നമുക്ക് നാളെ ഗ്യാപ്പ് ഡൗൺ ആണെന്ന് നമുക്കറിയത്തില്ലല്ലോ, കാരണം നാളെ നിഫ്റ്റിയുടെ എക്സ്പയറി ഡേയും കൂടിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ലെവലും കൂടെ എന്താണ് മാർക്ക് ചെയ്യാം. അത് നമുക്ക് ആ ഗ്യാപ്പ് ആയതുകൊണ്ട് ഞാൻ ബ്ലൂ ലൈനിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് പ്രത്യേകിച്ച് എന്താണ് ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലേ, ഈ ഒരു ഗ്യാപ്പ് നമുക്ക് മാർക്ക് ചെയ്യാം. ഈ ഒരു ഗ്യാപ്പ് ഇല്ല ആക്ച്വലി, ഈ ഒരു ഗ്യാപ്പ് ഇന്ന് മാർക്കറ്റ് ഫില്ല് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഈ ഒരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ. ഓക്കെ, പിന്നെ മാർക്കറ്റിൽ വരുന്ന ലിക്വിഡിറ്റി ഏരിയ ഏതാണ്? ഓക്കെ, ഈ അപ്പ് സൈഡിൽ നമുക്ക് ഇന്നത്തെ ഡേ ഹൈ വെക്കണ്ട. ഓക്കെ, ചിലപ്പോൾ അത് ബ്രേക്ക് ആവാൻ നല്ല ചാൻസ് ഉണ്ട്. നമുക്ക് എന്തായാലും ഇത് ലിക്വിഡിറ്റി ആയിട്ട് വെക്കാം. എത്രയാണ് 20,807. ഓക്കെ, പിന്നെ നമുക്ക് നെക്സ്റ്റ് വെക്കാൻ പറ്റുന്ന ഒരു ലിക്വിഡിറ്റി ഏരിയ എന്ന് പറയുന്നത് ഇത് നല്ലൊരു ലിക്വിഡിറ്റി ഏരിയയാണ്. ഇവിടെ നിന്ന് ബൈയിങ് അപ്പ് സൈഡിലേക്ക് ചാൻസസ് ഉണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് എത്രയാണ് 24,654. ഓക്കെ, പിന്നെ നമുക്ക് മെയിൻലി വേറെ ഏതാണ്, നമുക്ക് ഡേറ്റ് ടൈം ഫ്രെയിം നോക്കാം. ഡേറ്റ് ടൈം ഫ്രെയിമിൽ ഓക്കെ നമുക്കത് ഈ ഒരു ലിക്വിഡിറ്റി വന്നിട്ട് നമുക്ക് ഈ ഒരു ലിക്വിഡിറ്റി ആക്കാം. ഓക്കെ, അല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് വേറെ ഏതെങ്കിലും ഉണ്ടോ ലിക്വിഡിറ്റീസ് കാര്യങ്ങളൊക്കെ? 4 ഹവേഴ്സിൽ കാര്യമായിട്ടുള്ള ലിക്വിഡിറ്റീസ് കാര്യങ്ങളൊന്നും ഇല്ല, നമ്മളതിന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, 2 ഹവേഴ്സ്. ഓക്കെ, 2 ഹവേഴ്സിലും പ്രത്യേകിച്ച് ഒന്നുമില്ല. 1 അവർ ടൈം ഫ്രെയിം കൂടെ നോക്കിയേക്കാം. ഓക്കെ, 1 അവർ ടൈം ഫ്രെയിമിൽ ഓക്കെ ഇത് നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് അറിയില്ല. ഓക്കെ 1 അവർ ടൈം ഫ്രെയിമിൽ മാർക്കറ്റ് ഇവിടെ ഒരു വട്ടം ടാപ്പായി റിവേഴ്സിൽ വന്നു. ഓക്കെ, പിന്നെന്താണ് അടുത്തത്? ഈ ഒരു ലെവലിൽ നിന്ന് മാർക്കറ്റ് ടാപ്പായിട്ടുണ്ട്. ഓക്കെ, റിവേഴ്സിൽ വന്നു. പിന്നെന്താണ് ഈ ഒരു ലെവലിൽ നിന്ന് ചെറിയൊരു റിവേഴ്സൽ പോലെ വന്നു. ഇനിയും നോക്കാം, ചിലപ്പോൾ ഈ ഒരു ലെവലും കൂടെ എടുത്തിട്ടാണോ മാർക്കറ്റ് ഡൗൺ സൈഡ്, കാരണം ഈ ഒരു ലിക്വിഡിറ്റി ലെവൽ എടുത്തെടുത്താണ് മാർക്കറ്റ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഈ ലെവൽ. അപ്പോൾ ഇത്രയാണ് നമുക്ക് നാളത്തേക്ക് നിഫ്റ്റിയുടെ ഒരു ഇമ്പോർട്ടൻറ്റ് ലെവൽ. ഓക്കെ, വേറെ ടൈം ഫ്രെയിം കാര്യങ്ങളൊന്നും നോക്കണ്ട, കാരണം ഇത്രയും തന്നെ നമുക്ക് കിട്ടത്തുള്ളൂ ലിക്വിഡിറ്റി ഏരിയാസ്. ഓക്കെ, അപ്പോൾ ഇത്രയും തന്നെ ഉള്ളൂ നമുക്ക് ലിക്വിഡിറ്റി ഏരിയാസായിട്ട് ഉള്ളത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി അടുത്തത് ബാങ്ക് നിഫ്റ്റിയിലോട്ട് പോകാം.
ബാങ്ക് നിഫ്റ്റിയിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽ ഏതൊക്കെയാണ്. ഇന്ന് ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഡേ ഹൈ ബ്രേക്ക് ആവാൻ ചാൻസ് ഉണ്ടെന്ന്. പക്ഷേ ഇന്ന് ഡേ ഹൈയുടെ ആ ഒരു ടൈമിലാണ് എന്ത് വന്നത്. കാരണം ഞാൻ എന്തുകൊണ്ടാണ് അത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ലിക്വിഡിറ്റി ഏരിയയിൽ ഈ ഒരു ലിക്വിഡിറ്റി ഏരിയ, അതായത് ഈ ഒരു ഓർഡർ ബ്ലോക്ക് ഏരിയയിൽ നോക്കി ഒരു 30 മിനിറ്റ്സോ അല്ലെങ്കിൽ 50 മിനിറ്റ്സോ നോക്കി കഴിഞ്ഞാൽ വിക്ക് മാത്രമേ ഉള്ളൂ. അതായത് ഇവിടുന്ന് ഒന്ന് ബയേഴ്സ് ആക്റ്റീവ് ആവുന്നുണ്ട്. ഓക്കെ, പിന്നെ ലാസ്റ്റ് ടൈമിലാണ് ബയേഴ്സ് നല്ലപോലെ ഇവിടുന്ന് ഒരു 13-15, അപ്പോൾ ഇവിടുന്ന് നിന്നൊക്കെയാണ് ഒരു അഗ്രസീവ്, അതായത് 14-15 തൊട്ട്, അതായത് ഒരു 1 ഹവറിൽ എത്രയാണ് മാർക്കറ്റ് മൂവ്മെൻറ്റ് നടത്തിയത്? 53.88 ടു എത്രയാണ്? നിയർലി ഒരു 400-500 പോയിൻറ്റ്സ് മാർക്കറ്റ് മൂവ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ ലിക്വിഡിറ്റി ഏരിയ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, പിന്നെ നമുക്ക് അടുത്ത നാളത്തേക്ക് ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി നമുക്ക് ഇതങ്ങ് ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ബാങ്ക് നിഫ്റ്റി നോക്കിക്കഴിഞ്ഞാൽ ഇത് ഓൾറെഡി സ്വീപ്പ് ആയല്ലോ. നമുക്കിനി ഈ ഒരു ലെവൽ എടുക്കാം. ഈ ഒരു ലെവൽ വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇതൊരു ഇൻറ്റേർണൽ ലിക്വിഡിറ്റിയാണ്. ഇത് നമുക്ക് കൺസിഡർ ചെയ്യാം. പിന്നെന്താണ്? പിന്നെ നമുക്ക് അടുത്ത ലെവൽ വരുന്നതെന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ്. ഈ ഒരു ലെവലാണ് നമുക്ക് അടുത്തത് വരുന്നത്. ഇത്രയേ ഉള്ളൂ നമുക്ക് മാർക്കറ്റിൽ ലിക്വിഡിറ്റി ആയിട്ട് വരുന്നത്. പിന്നെ നമുക്ക് നാളെ ഗ്യാപ്പ് അപ്പ് ആണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവൽ കൂടി നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം. ഈ ഒരു ലെവലും കൂടി നമുക്കൊന്ന് കൺസിഡർ ചെയ്യാം. പിന്നെന്താണ്, മാർക്കറ്റ് സ്റ്റിൽ നമുക്ക് ആ ഒരു ലോങ്ങർ ടൈം ഫ്രെയിം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്കറ്റിൽ എന്താണ് സംഭവിക്കുന്നത്? ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, അത് അപ് ട്രെൻഡ് പോലെയാണ്. അപ്പോൾ നമുക്കൊരു നല്ലൊരു സൈഡ് ട്രെൻഡ് ലൈൻ വരുന്നത് എവിടെയാണ്? 51-200, 51-300 ആ ഒരു ലെവലൊക്കെയാണ്. അപ്പോൾ ആ ഒരു ലെവൽ വരെ മാർക്കറ്റ് അപ്പ് സൈഡിൽ പോയിട്ട് അവിടുന്ന് ചിലപ്പം ചെറിയൊരു റിജക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയാണ് നമുക്ക് വരുന്നത് നാളത്തേക്കുള്ള ഇമ്പോർട്ടൻ്റ് ലെവൽസ്. നമുക്ക് വേറെ വേറെ ടൈം ഫ്രെയിമും കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാലും 15 മിനിറ്റ് 1 ഹവറിൽ നമുക്ക് കാര്യമായിട്ടുള്ള ഒരു ലിക്വിഡിറ്റി ഏരിയ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ മാർക്ക് ചെയ്തേക്കുന്ന ആ ഒരു ലിക്വിഡിറ്റി ഏരിയ തന്നെയാണ് ഉള്ളത് മാർക്കറ്റിൽ. പിന്നെന്താണ്, ഇത്രയേ ഉള്ളൂ. നമുക്ക് ആ ഒരു ലിക്വിഡിറ്റി ഏരിയ കാര്യങ്ങളൊക്കെ വന്നത് ഇത്രയേ ഉള്ളൂ. അപ്പം ഞാൻ ഈ നാളത്തെ നാളത്തെ മാർക്കറ്റിൻ്റെ ചാർട്ടും കാര്യങ്ങളും എല്ലാം ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. മാർക്കറ്റിൽ, അതായത് എൻ്റെ ടെലിഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ ടെലിഗ്രാം ചാനലിൽ ലിങ്ക് കാര്യങ്ങളെല്ലാം ഞാൻ ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അതെല്ലാവർക്കും ജോയിൻ ചെയ്യാം. ഫ്രീ ആയിട്ടുള്ള ഒരു ടെലിഗ്രാം ചാനലാണ്. എഡ്യൂക്കേഷൻ പർപ്പസ് വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് നമ്മളതിൽ പോസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും വീഡിയോ കാണുന്നതിൽ സന്തോഷം. മാക്സിമം എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു ലെവൽസ് കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ചാർട്ടിലൊന്ന് മാർക്ക് ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസും കാര്യങ്ങളൊക്കെയാണ്. താങ്ക് യു ഓൾ.